ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 22ാമത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മളൊരു 2-3 സപ്പോട്ട പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂത്ത 2-3 ഉണ്ട്. പിന്നെ അത് കൂടുതൽ ഇവിടെ നിന്നാൽ വവ്വാൽ കടിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് പറിച്ചെടുത്തു. അതിനുശേഷം ഞാൻ സ്നാക്കിനുള്ള പരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എഗ്ഗ് ബജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചമ്മന്തി തയ്യാറാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, അതുപോലെ മല്ലിച്ചപ്പ്, കറിവേപ്പില, തേങ്ങ, ഇവയാണ് ഇപ്പോൾ ഇട്ടെടുക്കുന്നത്. അത് നമ്മൾ ഏകദേശം നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സുർക്കയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ചമ്മന്തി റെഡിയായപ്പോഴേക്കും നമ്മുടെ മുട്ട വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുഭാഗം നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം അതിലെ നമ്മളെ കുഞ്ചി ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ചമ്മന്തിയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓരോ മുട്ടയുടെ പീസിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് സ്പൈസി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, അതുപോലെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മാവ് തയ്യാറാക്കാം. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നന്നായിട്ട് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ടാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം പൊരിച്ചെടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും പിന്നെ ചിക്കൻ പാർട്സ് ഗ്രേവി ആക്കാമെന്നാണ് കേട്ടോ ഞാൻ കരുതിയത്. അപ്പോൾ ആദ്യം നമ്മൾ നെയ്ച്ചോറ് തയ്യാറാക്കുകയാണ്. ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സവാളയും അതുപോലെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഗ്ലാസ് അരി കൊണ്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം അരിൻ്റെ ക്വാളിറ്റിക്കനുസരിച്ചും അതിൻ്റെ അളവ് ക്വാണ്ടിറ്റിക്കനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാനൊരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാലഡ് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് കക്കരിക്കയും ക്യാരറ്റും വലിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇന്ന് കക്കരിക്ക ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ കക്കരിക്ക കട്ട് ചെയ്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത കക്കരിക്ക ജ്യൂസ് നമ്മൾ അരിച്ചിട്ട് ജഗ്ഗിലേക്ക് ഒഴിച്ചു വെക്കാണ് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതേസമയം നമ്മളെ ചോറ് ഏകദേശം വെന്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നോമ്പ് തുറക്കാനുള്ള പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടോ. നോമ്പുതുറയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.